ഹോം മീറ്റിംഗിന്റെ കാര്യം അവർ നോക്കിക്കോളും. കാരണം ഇന്ന് സാനിറ്ററി പാഡിനെ കുറിച്ചും ഇൻഫെക്റ്റ് വാഷിനെ കുറിച്ചും ന്യൂട്രിചാർജ് വുമണിനെ കുറിച്ചും പറയാൻ ഒരു പുരുഷനായിട്ടുള്ള ലീഡറിന്റെ ആവശ്യമില്ല. സ്ത്രീകളെന്ന് പറയുമ്പോൾ അതിന് വിശ്വാസ്യത കൂടും. ഹോം മീറ്റിംഗിനുള്ള ട്രെയിനിങ് കൊടുക്കത്തക്ക വിധത്തില് നമ്മുടെ ടീമില് പുതുതായിട്ട് വരുന്ന ലേഡീസിനെ സജ്ജമാക്കി വിടുക. എവിടെ ഈ കഴിഞ്ഞ എത്രയോ സൂം മീറ്റിംഗ് നവംബർ ഡിസംബർ മാസങ്ങളില് ടെക്നിക്കൽ ലേഡി ലീഡേഴ്സിനെ വെച്ച് മാത്രം രാത്രി 7:15 ഞാൻ കണ്ടക്ട് ചെയ്യണ്ടായി. അതിലുണ്ടായ അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ചാല് വെറും 150 സ്ട്രെങ്ത് 150 സ്ട്രെങ്ത് മാത്രം ഉണ്ടായിരുന്ന റോസസ് പ്ലാറ്റ്ഫോം ഇപ്പൊ 250 350 ചില സമയം 450 വന്നിട്ടുണ്ട്. പക്ഷെ അതും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ടീമിൽ തന്നെ പുതുതായിട്ട് ഡെയിലി എത്ര ലേഡീസ് വരുന്നുണ്ട്. പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് സൂമിന്റെ ലിങ്കോ അല്ലെങ്കിൽ അവരുടെ ലീഡേഴ്സ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ള ഒരു ക്വറി അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് രൂപത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരെ പുതുതായിട്ട് ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരിലേക്ക് നിങ്ങളുടെ ടീമിലെ സ്റ്റാർ ആൻഡ് എബോവ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ലീഡേഴ്സ് ചെയ്യേണ്ട ജോലികളിൽ ഇതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് വരുന്നവർ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പല സ്ത്രീകളെ ജയിച്ച സ്ത്രീകളെ കേൾക്കാനുള്ള അവസരം. നമ്മുടെ ഷൈമ മാഡത്തിന്റെ പ്രോഗ്രാം സൂമിൽ വന്നപ്പോ പിറ്റേ ദിവസം ഒരു ലേഡി എന്നോട് പറഞ്ഞു, ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്തു എന്നല്ലാതെ RCM ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മാഡത്തിന്റെ പ്രോഗ്രാം കേട്ട ശേഷം ഞാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, ഞാൻ പോയി ഹോം മീറ്റിംഗ് നടത്തി എന്നാണ് പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ, സെയിൽ നടത്തിയിരുന്ന ഒരു ലേഡിക്ക് ഹോം മീറ്റിംഗ് കൂടിയേ തീരൂ ഒരു ടെക്നിക്കൽ ലേഡി ലീഡർ ആവാൻ എന്ന ആശയം. ശരിക്കും പറഞ്ഞാൽ ഈ ലേഡി ടെക്നിക്കൽ ലീഡേഴ്സിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് അവരുടെ ഉള്ളിൽ നിന്നൊരു ഫയർ വരുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങളൊക്കെ 1000 തവണ അവരോട് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ആ ഫയർ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇതുപോലെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന മിക്ക സ്ത്രീകളും ഈ സൂമിൽ സംസാരിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്, അവർക്ക് അവസരം കിട്ടിയിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ അവരിൽ നിന്നും കിട്ടിയ ഫയർ, ആ ഒരു റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ പുതിയ ആളുകളിലേക്ക് ആ ഒരു ഫയർ എത്തിക്കണമെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഓൺലൈൻ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അവരത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വിജയിക്കാൻ ത്വരയുള്ള ആളുകളുടെ ഇഷ്ടം പോലെയുണ്ട്. ഇപ്പോഴും ടീമിൽ ആക്റ്റീവായിട്ട് RCM എന്ന് പറയുമ്പോൾ തന്നെ പുതിയ ആളുകളുടെ ആ ഒരു എന്താ പറയാ, നമ്മൾക്ക് പോലും ഇല്ലാത്ത ആ ഒരു ത്വര അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ ഏറ്റെടുത്ത ആ ഒരു മനോഭാവം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരിലേക്ക് RCMന്റെ അല്ലെങ്കിൽ എങ്ങനെ വളരണം എന്നുള്ള വിത്ത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് അവരെ ക്ഷണിക്കുക. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഡൽഹിയിൽ പോകുമ്പോ ഒരു ട്രെയിൻ നിറയെ ഇതുപോലെയുള്ള വീട്ടമ്മമാരെ കൊണ്ടുപോകാൻ 1,00,000-ലേറെ വരുമാനം വാങ്ങിക്കുന്ന സ്ത്രീകളെ കൊണ്ടുപോകാനുള്ള ഭാഗ്യം നമ്മുടെ ഇരിക്കുന്ന എല്ലാ ടെക്നിക്കൽ ലീഡേഴ്സിനും തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോഴും ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പല സ്ത്രീകളുടെ രൂപം വരുന്നുണ്ടാവും അല്ലെ. ഇത്ര ആൾ ആക്റ്റീവാണ്, അവർ തീർച്ചയായിട്ടും ഈ ഒരു പദവിയിലേക്ക് എത്തേണ്ടതാണ്, നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താൽ അവർ ആ ഒരു രൂപത്തിലേക്ക് എത്തും അല്ലെ. ഇതൊക്കെ നമ്മളുടെ ആ ഒരു ഇതിലുണ്ടാവണം, നമ്മുടെ ആക്ടിവിറ്റീസിൽ ഉണ്ടാവണം, നമ്മുടെ പ്രവർത്തനത്തിൽ ഉണ്ടാവണം, നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളെപ്പോഴും പറയും 100% ഡ്രസ്സ് RCMന്റെ ധരിക്കണം. നമ്മുടെ ഫാമിലിയോടും കൂടി പറയാം. കാരണം ഇപ്പൊ TCG ഓൺലൈൻ, നിങ്ങൾക്ക് ഓൺലൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ വ്യാപാരപ്പെടുത്തി നമ്മുടെ RCMൽ അതിശക്തമാക്കാൻ പോവുകയാണ്. നമ്മുടെ ഡ്രസ്സ്, ലേഡീസിന്റെ ഡ്രസ്സ് ഇപ്പൊ നിങ്ങളത് നോക്കി നോക്കുക, 2000 ഡ്രസ്സാണ് സാരിയായിട്ടും ചുരിദാറായിട്ടും ഞാൻ കണ്ടത്. 2000-ഓളം ഓൺലൈനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഓർഡർ ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം മൂർത്തി സാറിനെ കൊണ്ട് കുറേ ഡ്രസ്സുകൾ ഓർഡർ ചെയ്യിപ്പിച്ചു, ചുരിദാറായിട്ടും സാരിയായിട്ടും. ഇന്ന് ഞാൻ എടുത്തിരിക്കണം, അല്ലെങ്കിൽ ഇന്നെന്നല്ല, ഞാൻ ഏത് പ്രോഗ്രാമിന് പോയാലും നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ RCMന്റെ ഡ്രസ്സിലല്ലാതെ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കില്ല. ഞാൻ എന്തിനാണ് കാശ് കല്യാണിലോ ജയലക്ഷ്മിയിലോ കൊടുക്കുന്നത്? എനിക്ക് എന്റെ PV കിട്ടും. കാരണം ഏത് ഡ്രസ്സിനൊന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ 500 PV 600 PV കുറഞ്ഞ ഡ്രസ്സ് ഇല്ല. അതും നമുക്ക് നമ്മുടെ കാശിനനുസരിച്ച് വാങ്ങാവുന്ന തരത്തില് 300 രൂപയുടെ ടോപ്പ്, 400 രൂപയുടെ ടോപ്പുകൾ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ചൊക്കെ കാണണമെങ്കിൽ സുജിസാറിന്റെ ഷോപ്പിലുണ്ട്, PUCയിൽ ഉണ്ടാവില്ല. പക്ഷെ അതെങ്ങനെ ലഭ്യമാക്കാം? ഓൺലൈൻ ഓർഡറിങ് നമ്മുടെ ടീമിലുള്ള ലേഡീസിനെ പഠിപ്പിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും അവരത് വാങ്ങുന്നുണ്ടാവും അല്ലെ. എന്നാലും നേരത്തെ പറഞ്ഞ പോലെ പല തുള്ളി പെരുവെള്ളം, നമ്മുടെ PV എന്ന് പറഞ്ഞാൽ പല തുള്ളി പെരുവെള്ളമാണ്. IRCT എന്താ?
ഇന്ത്യ ലെറ്റ്സ് കുക്ക് ടുഗദർ. എത്ര പേര് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്? എത്ര സ്ത്രീകളെ ILCT കോഴ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്? നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ട്. ഈ സഫേറയെ ഞാൻ മൂർത്തി സാർ പറഞ്ഞിട്ട് കുറച്ച് സ്ത്രീകളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങളാരും ജോയിൻ ചെയ്യിപ്പിച്ചിട്ടില്ല? ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഫാമിലി ILCTയിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ PV എത്രയാവും നോക്കിയിട്ടുണ്ടോ? ഒരൊറ്റ കോഴ്സ്, ഒരാഴ്ചത്തെ കോഴ്സ് ഏകദേശം 2000 PV. 4 അംഗങ്ങളുള്ള വീടാണെങ്കിൽ 2000 PV ഉണ്ടാവും. അതിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ആ ഒരു കോഴ്സിൽ 5 പൈസ ചെലവില്ലാതെ കമ്പനി നമുക്ക് തരുന്ന ഒരു ഫ്രീ ട്രെയിനിങ്, കുക്കിംഗ് പഠിപ്പിക്കുന്നത് ഏകദേശം 2000 PV ആ ഒരു ആഴ്ചത്തെ കോഴ്സിൽ നമുക്ക് കിട്ടുക. പക്ഷെ എത്ര പേരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ അതിന്റെ എണ്ണം കാണുന്നുണ്ട്. 25 പേര് 30 പേരുണ്ടാവുക കുക്കിങ്ങില്. പക്ഷെ കഴിഞ്ഞവരൊക്കെ പറയുന്നത് ഇപ്പോഴാണ് ഞങ്ങൾ പ്രോട്ടീൻസ് എങ്ങനെ കുക്ക് ചെയ്യണം പഠിച്ചു, വെജ് ബൈറ്റ് എങ്ങനെ കുക്ക് ചെയ്യണം എന്നൊക്കെ പഠിച്ചു എന്ന് പറയാറുണ്ട്. അതുപോലെ ഉഡാൻ, നെഹമയുടെ എന്നും എൻ്റെ അടുത്തൊക്കെ കംപ്ലൈന്റ് ആണ്. ഉഡാൻ എന്ന കോഴ്സിൽ അധികം ആളുകളൊന്നും വരുന്നില്ല. തീർച്ചയായിട്ടും ഉഡാനിൽ എത്ര PV ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഒരു ലീഡറിന് ഉഡാന്റെ PV മാത്രം, ആ ഉഡാൻ കോഴ്സിൽ അവർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ PV ഏകദേശം ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 3000-ന് മുകളിലാണ്. ഒരൊറ്റ ആള് ജോയിൻ ചെയ്ത ഉഡാൻ കോഴ്സിൽ നമ്മളുടെ PV എന്ന് പറയുന്നത് 3000-ന് മുകളിൽ വരെ. അതൊരു റഫായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ കൂടുതൽ തന്നെയാണ്. കാരണം ഓരോ പ്രൊഡക്റ്റുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. നേഹമട മേക്കപ്പ് പഠിപ്പിക്കുന്നുണ്ട്, ഹൈജീൻ, ഇതൊക്കെ ആ പ്രോഡക്റ്റ് അടുത്ത് വെച്ചിട്ടാണ്. അപ്പൊ ശരിക്കും ഇതൊക്കെ നമ്മൾ പറഞ്ഞ് ഫോളോ അപ്പ് ചെയ്താൽ നമ്മുടെ ആക്റ്റീവ് സ്റ്റാർ ആൻഡ് എബോവ് ലീഡേഴ്സും തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള ഫോളോ അപ്പ് ചെയ്താൽ ഈ പലതുള്ളി പെരുവെള്ളം ആവുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ പിൻ ലെവൽ എന്ന് പറയുന്നത് ഓരോ വർഷവും മൂർത്തി സാറിൻ്റെതും മാറി മറിഞ്ഞ പോലെ ഈ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ പിൻ ലെവൽ ഒരൊറ്റ വർഷം കൊണ്ട് പേളുന്ന സ്റ്റാർ എമറാൾഡ് ഒക്കെ ഒരു വർഷം മതി. ഇപ്പൊ നോക്കുക, സഫേർ ആവുമ്പോ ഞങ്ങൾക്ക് ഏകദേശം ഞാൻ പറയാം ഒരു മാസത്തില് 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി, 1-ാം തീയതി ആകുമ്പോഴേക്കും മൂർത്തി സാർ എമറാൾഡാ, 3-ാം തീയതി ആകുമ്പോഴേക്കും സ്റ്റാർ എമറാൾഡായി, 6-ാം തീയതി ആകുമ്പോഴേക്കും റൂബി ആയിട്ടുണ്ടാവും, 10-ാം തീയതിക്കുള്ളിൽ സ്റ്റാർ റൂബി ആയിട്ടുണ്ടാവും. ആ ലെവലിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്താൻ ഇനി വലിയ താമസമൊന്നുമില്ല. കാരണം ആ തരത്തിൽ കമ്പനി ഓരോ കാര്യങ്ങളും നമുക്ക് സജ്ജമാക്കി തന്നിരിക്കുക. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ മൂർത്തി സാറിനെ പോലെ ഓരോ വർഷം കഴിയുമ്പോഴും നിങ്ങളുടെ പിൻ ലെവലുകൾ മാറി സഫയർ ഒന്നും ആവാൻ നിങ്ങൾക്ക് അധികം സമയമൊന്നും വരില്ല. അതുപോലെ നിങ്ങളും പ്രൗഡായിട്ട് ഒരു ദിവസം പറയും, എല്ലാ മാസവും 2-ാം തീയതി ആകുമ്പോഴേക്കും ഞാൻ എന്തായി? എമറാൾഡായി. 3-ാം തീയതി സ്റ്റാർ എമറാൾഡായി. ഇതുപോലെ പറയാൻ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഉണ്ടാവണം. ആ ഒരു അതിമനോഹരമായ കാഴ്ച, അതിലേറെ സ്ത്രീകളെ കൂടെ കാണാനുള്ള കാഴ്ച, അതെല്ലാം ആ പ്രാർത്ഥന ഇവിടെ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഉഡാർസിയ ജയാസിയ.